ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ആക്കുന്നത് കണ്ണൂർ ഷെരീഫ്, താജുദ്ദീൻ വടകര, അഫ്സല്, കൊല്ലം ഷാഫി, സലീം കോടത്തൂര്, അതുപോലെ മറ്റു മാപ്പിളപ്പാട്ട് പാടുന്ന മുഖ്യധാരയുള്ള മുഴുവൻ പാട്ടുകാരോട്. അതുപോലെ ഈ കുട്ടികൾക്ക് മാപ്പിളപ്പാട്ടും അറിയില്ല, നിങ്ങളെ പേര് ചോദിച്ചപ്പോൾ അതും അറിയില്ല. ഞാൻ ആകെ ഷോക്കായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഭയങ്കര തമാശയായിരിക്കാം. ഒരു പക്ഷേ പാട്ടുകാർക്കും ഈ മാപ്പിളപ്പാട്ട് ജനകീയമാക്കിയിട്ടുള്ള എഴുത്തുകാർക്കും സെലിബ്രിറ്റികൾക്കും സിംഗേഴ്സിനും ഒക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഞാൻ എൻ്റെ ഒരു സങ്കടം കൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ, വടക്കൻ ജില്ലകളിൽ, എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ മാപ്പിളപ്പാട്ട് കേൾക്കാതെ വളർന്ന കുട്ടികളിൽ എന്ത് സംഗീത ബോധമാണുള്ളത്? അല്ലെങ്കിൽ നമ്മളൊക്കെ മൂളിയിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും പാടിയിട്ടുള്ള പാട്ടുകൾ അധികവും മാപ്പിളപ്പാട്ടുകളാണ്. സിനിമാ ഗാനങ്ങൾ മാറ്റി നിർത്തിയിട്ടാണ് അവർ ഇഷ്ടമുള്ള അത് എന്തെങ്കിലും ആയിക്കോട്ടെ. സിനിമാ ഗാനങ്ങൾ കേൾക്കാറുണ്ടോ? ഓക്കെ. നിനക്ക് കണ്ണൂർ ഷെരീഫിനെ അറിയോ? എനിക്കറിയോ? എനിക്ക് കൊല്ലം ഷാഫിനെ അറിയോ? താജുദ്ദീൻ വടകറിനെ അറിയോ? അഫ്സലിനെ അറിയോ? മോനെ എനിക്ക് ഏതൊക്കെ പാട്ടുകാരോ ഒന്ന് പറഞ്ഞിട്ടിക്കാം. നിങ്ങൾ ഏത് തരം പാട്ടുകൾ കേൾക്കാറുള്ളത്? DJ കേൾക്കാറുണ്ടോ? ഇത്തരത്തിലാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ഈ ഒരു ചെറുപ്രായത്തിലുള്ള മക്കള്. അത് വലിയ അപരാധമാണ്, വലിയ അപമാനമാണ്, അത് വലിയ പോരായ്മയാണെന്നല്ല പറഞ്ഞത്. മാപ്പിളപ്പാട്ട് എന്നുള്ള സംഭവം ഇവർക്ക് അറിയുന്നില്ല. അത് ജനകീയമാക്കിയിട്ടുള്ള പാട്ടുകാരും അറിയുന്നില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ് ഇൻ മൈ കേസിൽ. ഓക്കെ, നമ്മളൊക്കെ ഇവിടെ മാപ്പിളപ്പാട്ട് മൂളിയിട്ടും ഇന്നും മാപ്പിളപ്പാട്ട് കേൾക്കാതെ ഈ മുഖ്യധാരയിൽ ഇവിടെയൊക്കെ പാട്ട് ഒരു വരിയെങ്കിലും കേൾക്കാതെ ഒരു ദിവസം പോണില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചേ പറ്റൂ. തലമുറക്ക് മാപ്പിളപ്പാട്ടുമായിട്ട് കണക്ട് ആക്കുന്ന എന്തെങ്കിലും ഒരു ഗിവ് എങ്കിലും വെക്കണം. അത് നമ്മൾ റിക്വസ്റ്റ് ആട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇവര് ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതിൽ ഈ പാട്ടുകാർ ഇപ്പൊ തന്നെ അറിയുന്നില്ല. അത് പക്ഷെ നിങ്ങൾ വിചാരിക്കുക നിന്റെ മകന്റെ കുഴപ്പമാണെന്നുള്ളത്. ഈ എന്റെ മകന്റെ പ്രായത്തിലുള്ള നിങ്ങളെ കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ സർവ്വ നടത്തി ചോദിക്കും. മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ എന്താ പറയുക സങ്കടം അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി.